പകരണമേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയൻ യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 66:16. ദൈവഭക്തരെ വന്ന് കേൾക്കുവിൻ, അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ ധ്യാനകേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സേവർക്കാൻ വട്ടാരിച്ചൻ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ കേട്ട തിരുവചനം 66-ാമത്തെ സങ്കീർത്തനത്തിൽ 16-ാമത്തെ തിരുലിഖിതമാണ്. ദൈവഭക്തരെ വന്ന് കേൾക്കുവിൻ, അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, ഓരോരുത്തർക്കും ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരതെല്ലാം വിവരിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ മുഴുവൻ ദൈവം ചെയ്ത മഹനീയ കാര്യങ്ങളുടെ വിവരണങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഈ ഓരോ ദൈവവചന ശുശ്രൂഷകൾ നടക്കുമ്പോഴും ദൈവം ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം ദൈവവചനത്തോട് ചേർത്ത് വിവരിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അങ്ങനെ വിവരിക്കുമ്പോൾ അനേകം വിശ്വാസം വർദ്ധിക്കാൻ ഇടവരും. യേശുക്രിസ്തു ഏത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോഴും അതിനോട് ചേർന്ന് കാണുന്നൊരു സെന്റൻസ് ആണ്, ഇത് കണ്ടപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ഈ കാലഘട്ടങ്ങളിലും വിശുദ്ധ ബലിയർപ്പണം നടക്കുമ്പോഴും ആരാധന ശുശ്രൂഷകളിലും വചന ശുശ്രൂഷകളിലും ടെലിവിഷനിലൂടെ ശുശ്രൂഷകൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും അനേകർക്ക് ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരെല്ലാം അത് വിവരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വചനം പ്രസക്തമാണ്. ദൈവഭക്തരെ വന്ന് കേൾക്കുവിൻ, അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വലിയൊരു ആഗ്രഹമാകണം. ദൈവം എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് വിവരിക്കണം, അത് 4 പേരോട് പറയണം. ഹല്ലേലൂയ. ഇവിടെ ഇതുപോലെ ഒരു താമസമുള്ള ധ്യാനത്തിൽ സംബന്ധിക്കാൻ വന്ന ഒരു വ്യക്തിക്ക് ദൈവം ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അത് അമേരിക്കയിലൊരു കുടുംബമാണ്. അവരത് ഇവിടെ വന്നത് 4 പേരുടെ പറയാൻ പറ്റില്ലാത്തത് കൊണ്ട് ഒരു സാക്ഷ്യമായിട്ട് എഴുതി അറിയിച്ചിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവരുടെ തന്നെ വാക്കുകളിൽ വായിക്കാം, നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. പ്രിയപ്പെട്ട സെഹിയോനിലെ എല്ലാ അച്ഛന്മാർക്കും ശുശ്രൂഷകരും അറിയുന്നതിന്, എൻ്റെ പേര് വിജയ് ജോസഫ്, എൻ്റെ ഭാര്യ സിജിമോൾ ജോസഫ്. അമേരിക്കയിലെ നോർത്ത് കരോളിനാണ് ഞങ്ങളുടെ താമസം. ഞാൻ 15 വർഷമായി ക്യാൻസർ ബാധിച്ചൊരു രോഗിയാണ്. അത് മാത്രമല്ല, എൻ്റെ ജീവിത പങ്കാളിക്കും ഇതുപോലത്തെ ഒരു അസുഖം പിടിപെട്ടു. വളരെ റെയറായി കാണുന്ന ഒരുതരം ക്യാൻസറാണിത്. ഇത് ബാധിച്ച ഒരു രോഗിക്ക് 5 മുതൽ 15 വർഷം വരെ ആയുസ് ഉണ്ടാവുകയുള്ളൂ. എൻ്റെ 2 ലങ്സും ബാധിച്ച ക്യാൻസർ, അതിലെ ട്യൂമർ 2010 വളരെയധികം വലുതായി ശ്വാസമുട്ടൽ അനുഭവപ്പെടാൻ തുടങ്ങി. 2010 ജനുവരിയിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടി സെഹിയോനിൽ വന്ന് അവിടെ താമസിച്ചുള്ള ഒരാഴ്ച ധ്യാനം കൂടി ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം അതേ വർഷം തന്നെ ഒരു പുതിയ മരുന്ന് ട്രൈ ചെയ്തു. ഇതുവരെ എനിക്ക് ബാധിച്ച ക്യാൻസറിനെ നശിപ്പിക്കുന്ന ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഒരു പുതിയ മരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ട്യൂമർ ചുരുങ്ങാൻ തുടങ്ങി. അത് അതിൻ്റെ വളർച്ചയെ പരിപൂർണമായിട്ട് എന്നവണ്ണം ഇപ്പോൾ തടയുന്നുണ്ട്.
ഇപ്പോൾ എൻ്റെ ആയുസ് കർത്താവ് നീട്ടി തന്നിരിക്കുകയാണ്. ഞാൻ ഈ കാര്യം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതിനേക്കാൾ വലിയൊരു സാക്ഷ്യമുള്ളത് എൻ്റെ ഭാര്യയുടേതാണ്. സിജി ഈ അട്ടപ്പാടി സഹ്യോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഓഗസ്റ്റ് മാസത്തിൽ ഒരു ധ്യാനം കൂടി. 2005 ഓഗസ്റ്റ് മാസം സിജിക്ക് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന പേരുള്ള രോഗമാണെന്ന് കണ്ടുപിടിച്ചു. തലച്ചോറിലെയും നട്ടലിലെയും നാടി നശിച്ചുകൊണ്ടിരിക്കുന്ന രോഗം. ഈ രോഗം പൂർണ്ണമായി മാറുന്ന ഒരു മരുന്നും ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ സഹ്യോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരാഴ്ചത്തെ താമസിച്ചുള്ള ധ്യാനം കൂടി. അങ്ങനെ ധ്യാനത്തിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ എൻ്റെ ഭാര്യ സിജിയുടെ തലച്ചോറിലെ ഒരു വശത്തെ നാടിയെ നശിപ്പിച്ചിരുന്ന ആ ഭാഗം പരിപൂർണമായി അപ്രത്യക്ഷമായിരിക്കുന്നതായി ഡോക്ടർമാർ സ്കാനിങ്ങൾ റിപ്പോർട്ട് പറഞ്ഞു. ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഉറക്കെ പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 വ്യക്തികൾക്കും ക്യാൻസർ ബാധിച്ചിട്ട് കൊണ്ടുപോകും. ഭാര്യയ്ക്കും ക്യാൻസർ, ഭർത്താവിന് ക്യാൻസർ. അങ്ങനെ ഇവിടെ വന്ന് ധ്യാനം കൂടി വിവിധങ്ങളായ പ്രാർത്ഥനകൾ കടന്നു പോയപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച്. എന്നിട്ടോ ഭർത്താവ് ധ്യാനം കഴിഞ്ഞപ്പോൾ ഇന്നേ വരെ മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരു മരുന്ന് പരീക്ഷിച്ച് നോക്കി അത് ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ ട്യൂമറിന്റെ വളർച്ച നിലച്ചിരിക്കുകയാണ്. എന്നാൽ ഭാര്യയുടെ തലച്ചോറ് പിന്നെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ആ ക്യാൻസർ പരിപൂർണമായ ട്യൂമർ അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ദൈവഭക്തരെ വന്ന് കേൾക്കുവേൻ, അവിടുന്ന് എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിവരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ വിവരിക്കുമ്പോഴും ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുമ്പോഴും ഒരുപാട് കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ടെലിവിഷന് മുമ്പിരുന്ന് ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നുണ്ട്. ദൈവം ഇടപെടുകയും ചെയ്യും. നമുക്ക് അതിനു വേണ്ടി നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു വരുക സാധിക്കുമെങ്കിൽ ഇപ്പോൾ ഇന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അങ്ങ് ചെയ്യുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനും സാക്ഷ്യപ്പെടുത്തുവാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ഒരു കൃപ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാര്യങ്ങൾ ഉയർത്തി നമുക്ക് കുറച്ച് സമയം കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല 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 ഹല. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവായ ദൈവമേ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ഇപ്പോൾ ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന, കമ്പ്യൂട്ടറിലെ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സേവർക്കാർ വട്ടാരിച്ചന്റെ കൂട്ടായ്മയിൽ, തിരുസഭയുടെ കൂട്ടായ്മ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അവിടുന്ന് ഇപ്പോൾ സ്വർഗത്തിന് ഉന്നതകരമായ പരിശുദ്ധാത്മാവിനെ ഓരോ ദാസന്മാരെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, അവിടുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ, അവിടുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ, അവിടുത്തെ വചന ഹൃദയത്തെ സ്വീകരിക്കാൻ, അവിടുന്ന് നൽകുന്ന രോഗസൗഖ്യം സ്വീകരിക്കാൻ തക്കവിധം അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മന്ദത വിട്ടുപോകട്ടെ, ക്ഷീണം വിട്ടുപോകട്ടെ, തളർച്ച വിട്ടുപോകട്ടെ, രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, ദുർദർശങ്ങൾ അഴിയട്ടെ, എല്ലാത്തരം മരുരൂപം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, നാളുകൾക്ക് ശേഷം ദൈവഭക്തരെ വന്ന് കേൾക്കുവേൻ, എനിക്ക് യേശു ഇത് ചെയ്തെന്ന് പറയാൻ തക്കവിധം ഈ ദാസന്മാരുമായി പരിശുദ്ധാത്മ ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ജീവൻ സ്വന്തമാക്കുക. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 11-12 തിരുവചനങ്ങൾ. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാൻ സ്ലീഹായിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയൊരു വെളിപ്പെടുത്തൽ നമുക്ക് നൽകിയാണ്.
ഇതാ യേശുക്രിസ്തുവിലൂടെ ജീവൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവന് ജീവനുണ്ട്. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. പറക്ക പറയാം ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വചന വെളിപാടുണ്ട്. അതെങ്ങനെയാണ്? ജീവനും മരണവും നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ഇതാ ജീവൻ തന്നെ മുമ്പിൽ ഇരിപ്പുണ്ട്, മരണം മുമ്പിൽ ഇരിപ്പുണ്ട്. കർത്താവ് നിനക്ക് സ്വാതന്ത്ര്യം നൽകി. നിനക്ക് എന്താണ് വേണ്ടത്? ജീവൻ വേണം, ജീവൻ എടുക്കാം. മരണം വേണമെങ്കിൽ മരണം എടുക്കാം. ഹല്ലേലൂയ. ജീവൻ എടുത്താൽ നിനക്ക് ജീവൻ ലഭിക്കും, നിത്യ ജീവിതത്തിലേക്ക് നീ എത്തിച്ചേരും. മരണമെടുത്താലോ നാളുകൾക്കുള്ളിൽ ഈ ഭൂമിയിൽ മരണം കീഴ്പ്പെടുന്നത് മാത്രമല്ല, ആത്മാവ് നിത്യനാശത്തിന്റെ പിടിയിൽ അകപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പഴയ നിയമത്തിലെ വചനം പുതിയ നിയമത്തിലെ വചനം കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായി ഉണ്ടാകാനുമാണ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകാനുമാണ്. എന്ന് പറഞ്ഞാൽ ജീവൻ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുക എന്നാണ് അർത്ഥം. ജീവൻ സ്വന്തമാക്കാൻ സമയം യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുക. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവനാണ് ജീവനുള്ളതെന്നാണ് എഴുതപ്പെട്ട വചനം പഠിപ്പിച്ചിരിക്കുന്നത്. പറക്കെ പറയാം ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ എന്ത് സ്വന്തമാക്കിയിരിക്കുന്നുവോ അതിനനുസരിച്ചാണ് നിന്റെ ജീവിതത്തിൽ ഓരോ സംഗതികൾ വന്ന് ഭവിക്കാൻ തുടങ്ങുന്നത്. ഇതിനെക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. അതിപ്രകാരമാണ്: ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അബിമേലെക്കിനോട് പറഞ്ഞു, നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ പിണമായി തീരാൻ പോകുന്നു. നീ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ നശിക്കാൻ പോകുന്നു എന്ന് അബിമേലെക്കിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ അബ്രാഹത്തിന്റെ ഭാര്യയായ സാറായിയെ അബിമേലെക്ക് അബ്രാഹത്തിന്റെ പെങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് സ്വന്തമാക്കാൻ പരിശ്രമിക്കുകയാണ്, പാപം ചെയ്യാൻ പരിശ്രമിക്കുകയാണ്. അപ്പോൾ ദൈവം അവന്റെ അടുത്ത് വന്ന് പറയാണ്, നീ സ്വന്തമാക്കിയിരിക്കുന്നത് നിമിത്തം നീ നശിക്കാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ നീ എന്ത് സ്വന്തമാക്കി വെച്ചിരിക്കുന്നോ അതിനനുസരിച്ചാണ് നിന്റെ ജീവനും മരണവും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. നീ എന്ത് സ്വന്തമാക്കുന്നോ, നീ എന്ത് തിരഞ്ഞെടുക്കണോ അതിനനുസരിച്ച് നിന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിലുള്ള വെളിപ്പെടുത്തൽ 2 സാമുവേൽ 12:10 2 സാമുവേൽ 12:10 ഇങ്ങനെയാണ് വചനം രേഖപ്പെടുത്തുന്നത്. ദാവീദിനോട് കർത്താവ് പറയുന്ന ഇപ്രകാരമാണ്: എന്നെ നിരസിച്ച് ഹിത്തനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയിരിക്കുന്നത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. ദാവീദ് ദൈവത്തെ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു സൈന്യാധിപന്റെ ഭാര്യയെ സ്വന്തമാക്കിയപ്പോൾ ദൈവം പറയുകയാണ്, നീ മരണമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് നിന്റെ കുടുംബത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. അബീമേലെക്കിനോട് പറഞ്ഞു, നീ നശിക്കാൻ പോകുന്നു. ദാവീദിനോട് പറയുന്നു, നിന്റെ കുടുംബത്തിൽ നിന്ന് ഇനി വാൾ ഒഴിയുകയില്ല. ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. വീണ്ടും ജോഷുവയുടെ പുസ്തകത്തിൽ മറ്റൊരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിന്റെ 11-12 തിരുവചനങ്ങൾ. അവിടെ ആഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവം അനുവദിക്കാത്ത ചില നിഷിദ്ധ വസ്തുക്കൾ എടുത്ത് പാളയത്തിന്റെ ഉള്ളിൽ വെച്ച്, ദൈവം എടുക്കരുതെന്ന് പറഞ്ഞിരുന്ന ചില വസ്തുക്കൾ എടുത്തു വെച്ച്. എന്താണ് സംഭവിച്ചത്? ജോഷുവയുടെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിന്റെ 11 തിരുവചനങ്ങൾ. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ഇതാ നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി, അവർ അവ തങ്ങളുടെ വസ്തുക്കളോട് കൂടി വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു. നീ എന്ത് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന അതേപോലെ ആയി തീരുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഈ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന വസ്തുക്കളും അത് സ്വന്തമാക്കുന്ന നിങ്ങളും നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നതാണ് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഹോസിയ പ്രവചനത്തിൽ 9-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ തിരുലിഖിതത്തിൽ വചനം എങ്ങനെ പഠിപ്പിക്കുന്നത്: അവർ സ്നേഹിച്ച വസ്തുവിനെ പോലെ അവര് മ്ലേച്ഛരായി തീർന്നു. അവർ സ്നേഹിച്ച വസ്തുവിനെ പോലെ അവര് മ്ലേച്ഛരായി തീർന്നു.
മക്കബാരുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് അന്യദൈവ ആരാധനയുടെ ചില വസ്തുക്കൾ ആ യുദ്ധത്തിലെ ഭടന്മാർ എടുത്തു വെച്ചപ്പോൾ അവര് മാത്രം നശിച്ചുപോയി എന്ന് വചനം രേഖപ്പെടുത്തുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെന്നാൽ ദൈവവചനം നമുക്ക് നൽകുന്ന പാഠമുണ്ട്. നീ എന്ത് സ്വന്തമാക്കിയിരിക്കുന്നവോ അതിനനുസരിച്ചായിരിക്കും നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണത്. നീ എന്ത് തെരഞ്ഞെടുത്തിരിക്കുന്നോ അതിനനുസരിച്ചാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിൽ ബോധ്യം കിട്ടുന്ന ഒരു തിരുവചന ഭാഗമുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് യേശയ്യാ പ്രവചനത്തിലാണ്. യേശയ്യാ പ്രവചനത്തിൽ 66-ാമത്തെ അധ്യായത്തിന്റെ 4-ാം തിരുലിഖിതം, ഞാൻ അവർക്കായി പീഡനം തെരഞ്ഞെടുക്കും, അവർ ഭയപ്പെട്ടത് അവരുടെ മേൽ വരുത്തും. കാരണം ഞാൻ വിളിച്ചപ്പോൾ ആരും വിളി കേട്ടില്ല, ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചുമില്ല. അവർ എന്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചു, എനിക്ക് അനിഷ്ടമായത് അവർ തിരഞ്ഞെടുത്തു. എനിക്ക് അനിഷ്ടമായത് അവർ തിരഞ്ഞെടുത്തു, എനിക്ക് ഇഷ്ടപ്പെടാത്തത് അവർ തിരഞ്ഞെടുത്തു. അവർക്ക് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തെ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിന് പകരം ഈ ലോകത്തെ വേറെ എന്ത് സ്വന്തമാക്കിയാലും അത് നിന്റെ നാശത്തിന് കാരണമായി തീരുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. നീ ദൈവത്തെക്കാൾ വിലയുള്ളതായി ഒരു വ്യക്തിബന്ധത്തെ സ്വന്തമാക്കിയാൽ, നീ ദൈവത്തെക്കാൾ വിലയുള്ളതായി പണത്തെ സ്വന്തമാക്കിയാൽ, നീ ദൈവത്തെക്കാൾ വിലയുള്ളതായി നിന്റെ ജീവിതത്തിൽ ചില വസ്തുക്കളെ സ്വന്തമാക്കിയാൽ, നീ ദൈവത്തെക്കാൾ വിലയുള്ളതായി നിന്റെ ജീവിതത്തിൽ ചില സ്ഥാനമാനങ്ങൾ കരുതിയാൽ, നീ ദൈവത്തെക്കാൾ സ്വന്തമായി നിനക്കുള്ള കുടുംബത്തെ സ്വന്തമായി കരുതിയാൽ, നീ ദൈവത്തെക്കാൾ വലുതായി നിന്റെ ജോലിയെ സ്വന്തമായി കരുതിയാൽ, എഴുതപ്പെട്ട വചനം പഠിപ്പിക്കാണ്, നീ സ്വന്തമാക്കിയ നിമിത്തം നീ നശിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ എന്റെ സഹോദരങ്ങളെ, ദൈവിക ജ്ഞാനം നിറഞ്ഞ വിശുദ്ധന്മാര്, അപ്പസ്തോലന്മാര്, രക്തസാക്ഷികള്, തിരുസഭ മക്കൾ അവർ ചെയ്യുന്നറിയാവോ? യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് തനിക്കുള്ളത് മുഴുവൻ എടുത്തു കളഞ്ഞവരാണ് വിശുദ്ധാത്മാക്കള്. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നത് ഫിലിപ്പി ലേഖനത്തിലാണ്. ഫിലിപ്പി ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാം തിരുലിഖിതം, ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. പൗലോസേ പറയാം. പൗലോസ്ലീഹ എന്ന് പറഞ്ഞാൽ സാവൂളായിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് തരത്തിലുള്ള ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് വ്യക്തിയാണ്, ഒരുപാട് അംഗീകാരം ഉണ്ടായിരുന്ന വ്യക്തിയാണ്, ഒരുപാട് തരത്തിലുള്ള ലോകത്തിന് പണികളുള്ള വ്യക്തിയാണ്. ആ വ്യക്തി യേശുക്രിസ്തുവിനെ കുറിച്ച് ജ്ഞാനം നിറഞ്ഞപ്പോൾ പറയുകയാണ്, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ സകലതും നഷ്ടപ്പെടുത്തി ഉച്ഛിഷ്ടം പോലെ കരുതുന്നു. അവരൊക്കെ പറയാം ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പോസ്തലന്മാരുടെ 5-ാമത്തെ അധ്യായത്തിൽ അനനിയാസും സഫീറയും അവരെ പറമ്പ് വിറ്റുകെട്ട് പണം കർത്താവിനെ കൽവരിൽ കരുതി വെച്ചു, മരിച്ചു വീണില്ലേ? ആ ധനികനായ യുവാവ് യേശുക്രിസ്തുവിനെ അനുഭവിക്കാൻ അവന് സ്വന്തമാക്കി വെച്ചിരുന്നത് സമ്പത്താണ്, നഷ്ടപ്പെട്ടു പോയില്ലേ? യൂദാസ് 30 വെള്ളിക്കാശ് സ്വന്തമാക്കി, വീണ് നശിച്ചില്ലേ? നീ എന്ത് തെരഞ്ഞെടുക്കുന്നോ, നീ എന്ത് സ്വന്തമാക്കുന്നോ അതിനനുസരിച്ച് നിന്റെ ജീവൻ, നിന്റെ മരണം നിശ്ചയിച്ചിരിക്കുന്നു. അവർക്ക് പറയാം ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് ജോബിന്റെ പുസ്തകത്തിൽ കുറച്ചുകൂടെ ആഴത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുന്നുണ്ട്. ജോബിന്റെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിന്റെ 24-ാം തിരുലിഖിതം, സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിലെ നദീതടത്തിലെ കല്ലുകൾക്കടിയിലും എറിയുമെങ്കിൽ സർവശക്തൻ നിനക്ക് വില പിടിച്ചതാകും. സ്വർണത്തെ പൊടിയില് ഓഫീർ പൊന്നിലെ നദീതടത്തിൽ എറിഞ്ഞു കളഞ്ഞാൽ നിനക്ക് സർവശക്തൻ വില പിടിച്ചതാകുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രാർത്ഥന നടത്തി, കുറച്ച് ഗുണപ്രാർത്ഥന നടത്തി, കുറച്ച് ആരാധന നടത്തി, കുറച്ച് ധ്യാനം കൂടി നടന്നു വെച്ചാൽ ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന വിചാരിക്കരുത്. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വില കൊടുക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ കാര്യം തിരഞ്ഞെടുക്കുമ്പോ ജീവനും മരണവും മുമ്പിലുണ്ട്. യേശുക്രിസ്തുവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ബാക്കിയല്ലോ ഉപേക്ഷിച്ചാൽ നീ ജീവൻ സ്വന്തമാക്കും, അത് നിത്യജീവനിലേക്ക് എത്തിക്കുമെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്ന കാര്യമാണത്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുതപ്പെട്ട തിരുലിഖിതങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതത്തെ കുറിച്ച് നന്നായിട്ട് വിലയിരുത്തി ചിന്തിക്കണം. നീ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയിട്ടുണ്ടോ? നീ ജീവൻ സ്വന്തമാക്കിയിട്ടുണ്ടോ? നീ എന്താണ് സ്വന്തമാക്കിയിരിക്കുന്നത്?
ക്രിസ്തുവിനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനേക്കാൾ വിലപ്പെട്ടതായി ലോകത്തിൽ എന്ത് കരുതിയാലും അവൻ മരണം സ്വന്തമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്വന്തം പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പുകൾ നടത്തണം. ഈ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ദൈവമേ, ക്രിസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും തെരഞ്ഞെടുത്ത് നിത്യജീവൻ പ്രാപിക്കാൻ തക്ക വിധം ഞങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനങ്ങൾ കൊണ്ട് ഒരു ഉൾക്കാഴ്ച കൊണ്ട് നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തുന്ന സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഇപ്പോൾ അവിടുന്ന് പ്രഖ്യാപിച്ച ഈ വചനങ്ങൾ മുഴുവൻ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി ഹൃദയത്തിൽ വേരുവാകെ ഫലം പുറപ്പെടുവിക്കുക തക്ക വിധം പരിശുദ്ധാത്മാവിഷ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന. യേശുവേ, ആരാധന. യേശുവേ, ആരാധന. പ്രൈസ് ദി ലോർഡ്. ജീവൻ സ്വന്തമാക്കുക, യേശുവിനെ സ്വന്തമാക്കുക. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. ഇതാ ദൈവം ഭൂമിയിൽ വന്നു, മർത്യനു മന്നയായി തീർന്നു. ഇതാ ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂവിന്നു ഭോജ്യമായി വന്നു. ഇതാ ദൈവം ഭൂമിയിൽ വന്നു, മർത്യനു മന്നയായി തീർന്നു. ഇതാ ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂവിന്നു ഭോജ്യമായി വന്നു. സങ്കീർത്തനം 123:2. ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. ഇപ്പോൾ ഈ ആരാധനയെ സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ അവസ്ഥകളുണ്ട്. രോഗം, പലതരത്തിലുള്ള തടസ്സങ്ങൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്തതിന്റെ ആത്മനൊമ്പരങ്ങൾ. ഓ കർത്താവേ, പലവിധ മേഖലകളിൽ ഞങ്ങളെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്നവർ, ഞങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നവർ, ഓ ദൈവമേ, ഈ നിമിഷങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ മേൽ കരുണ തോന്നി കരം പിടിച്ച് ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, നെഹമ്യായെയും ദാനിയേലിനെയും അങ്ങ് അനുഗ്രഹിച്ചതുപോലെ, ജോസഫിനെ അനുഗ്രഹിച്ചതുപോലെ, അവർ പ്രാർത്ഥിച്ചപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിന് മാറ്റം വന്നതുപോലെ, ഓ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. വിശുദ്ധ അഗസ്തീനോസിന് വേണ്ടി മോനിക്കാമ്മ പ്രാർത്ഥിച്ചപ്പോൾ അഗസ്തീനോസിന്റെ മനസ്സ് മാറ്റപ്പെട്ടതുപോലെ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഏതൊക്കെ മേഖലകളിലാണോ ദൈവം കരുണ കാണിക്കേണ്ടത് ആ മേഖലകളെല്ലാം മനസ്സിലോർത്ത് കരങ്ങൾ ഉയർത്തി ഉറക്കെ യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ ആരാധന 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കരം നീട്ടി ഈ ദൈവജനത്തെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊട്ടിക്കരഞ്ഞ് അവിടുത്തെ നാമം വിളിക്കുന്ന ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. കടബാധ്യത, രോഗം, പലതരത്തിലുള്ള പൈശാചിക പീഡകൾ, ദുർദർശനങ്ങൾ, മക്കളെ കുറിച്ചുള്ള കണ്ണുനീര്, മാതാപിതാക്കളെ കുറിച്ചുള്ള വേദന, ജീവിത മക്കളെ കുറിച്ച് ദുഃഖം, ഈ മേഖലകളിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ ദാസിദാസന്മാരെ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിലാപത്തെ ഉത്സവമാക്കി മാറ്റണമേ. ഓ ദൈവമേ, കണ്ണുനീരിനെ ആനന്ദ ഘോഷമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളെ ശാസിക്കുന്നു, പൈശാചിക പീഡകളെ ബന്ധിക്കുന്നു, ദുർദർശനങ്ങളെ അഴിച്ച് വിട്ടിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഇന്റർവ്യൂ, ജോലി, നൂറ് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ ഇടപെടണമേ. ഇവർ അഭിമുഖിക്കാൻ പോകുന്ന ഓരോ വ്യക്തികളുടെ മേൽ കരുണയുടെ കരം പതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന Come, Lord Jesus.